ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ചാപ്റ്റർ 7 ആയ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന ലെസനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ട്സ് കൂടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെസണിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് അല്ലേ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ എന്താണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് ചില സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു കണ്ടീഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതിന് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ. നെക്സ്റ്റ് ആണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അതായത് ഒരൊറ്റ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും, പക്ഷെ അത് ഒരു പ്രാവശ്യമല്ല ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, വൈൽ, ഫോർ ലൂപ്പ്, ഡു വൈൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ്, അതായത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഫസ്റ്റ് എക്സാമ്പിളാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം കേട്ടോ. If statement is used to select a set of statements for execution based on a condition. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് കൊണ്ടിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം കേട്ടോ. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ലാഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് 4 ടൈപ്പാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഇഫിൻ്റെ സിൻടാക്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഇഫ് എൽസിൻ്റെ സിൻടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് സിൻടാക്സ് പഠിക്കാൻ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ അനദർ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റിയതല്ല കേട്ടോ. നെക്സ്റ്റ് ആണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എൽസ് ഇഫ് ലാഡറിൻ്റെ എക്സാമ്പിളും ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്, മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് സ്വിച്ച് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ സിൻടാക്സിൽ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കീവേഡ്സ് എന്ന് പറയുന്നത്, സ്വിച്ച്, കേസ്, ബ്രേക്ക് ആൻഡ് ഡിഫാൾട്ട് ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് സ്വിച്ച് ആ ഒരു സിൻടാക്സിൽ വരുന്ന മെയിൻ കീവേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കമ്പയർ ദി സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എൽസ് ഇഫ് ലാഡർ ആൻഡ് സ്വിച്ച്, അതായത് എൽസ് ഇഫ് ലാഡറും സ്വിച്ചും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ഡിഫറൻഷിയേറ്റ് ആണ് ചോദിക്കുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്യാതെ കേട്ടോ. ഈ ഒരു ടേബിളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ക്യാൻ ബി ചെക്ക്ഡ്. ഈ എൽസ് ഇഫ് ലാഡറിലാണെങ്കിൽ ഏത് ടൈപ്പ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സ്വിച്ചിൽ അങ്ങനെയല്ല, ഈക്വാലിറ്റി ഓപ്പറേഷൻ, അതായത് ഈക്വൽ ആയിട്ട് ഒരു ഈക്വാലിറ്റി ഉള്ള ഓപ്പറേഷൻസ് മാത്രമാണ് ചെക്ക് ചെയ്യുക. വെൻ നോ കണ്ടീഷൻ ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഇവിടെ അതായത് എൽസ് ഇഫ് ലാഡറിൽ എന്താണ്, നോ കണ്ടീഷൻസ് ഒന്നും എന്തായിരിക്കില്ല, സത്യമായിരിക്കില്ല, ട്രൂ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എൽസിൽ വരുന്ന ഒരു ബ്ലോക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ എന്താണ്, ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കില്ല, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഡിഫാൾട്ട് ബ്ലോക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി ടൈപ്പ് ഓഫ്, ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് വാല്യൂയും യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ സ്വിച്ചിൽ എങ്ങനെയാണ്, ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫ്ലെക്സിബിൾ ആണ്, ഇവിടെയാണെങ്കിൽ ഫ്ലെക്സിബിൾ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേബിൾ പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അഥവാ ടേർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഓപ്പറേറ്റർ എന്ന് അറിയണം അല്ലേ. ഈ ഒരു ഓപ്പറേറ്റർ, അതായത് ടേർണറി ഓപ്പറേറ്ററിന് മെയിനായിട്ട് 3 ഒപ്പാരൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതായിരിക്കാം നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു സിൻടാക്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ട്രൂ കേസ് കോഡ്, ഫാൾസ് കേസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അനദർ ഫോം, അതായത് അതിൻ്റെ തന്നെ വേറൊരു ഫോം ആയിട്ടുള്ളൊരു എക്സാമ്പിളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റീറൈറ്റ് ദി ഫോളോയിങ് ഓഫ് C++ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് റീറൈറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് C++ലെ, അപ്പോൾ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിത്ത് ആൻസേഴ്സ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ CIN എന്ന് കൊടുത്തിട്ട് അതേ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ, നമുക്ക് എന്ത് സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണോ, അല്ല, സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് കൊടുത്തിട്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, PCOD എന്ന് പറഞ്ഞിട്ടാണല്ലേ, പി കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കണ്ടീഷൻസ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്നു.
അപ്പോൾ ഇതിൻ്റെ ഒരു റീറൈറ്റ് ഫോം, ആ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലേക്കുള്ള ഒരു റീറൈറ്റ് ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലൂപ്പ് അല്ലെങ്കിൽ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അറിഞ്ഞിരിക്കണം. ഇതെന്ന് വെച്ചാൽ ചില പ്രോഗ്രാംസ് ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ചില സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് കേട്ടോ. മെയിനായിട്ട് 3 ലൂപ്സ് ആണുള്ളത്, വൈൽ, ഫോർ, ഡു വൈൽ എന്ന് പറയുന്നത്. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഈസ് എ വേരിയബിൾ ഇൻ ലൂപ്പ് വിച്ച് കൺട്രോൾസ് ദി എക്സിക്യൂഷൻ ഓഫ് എ ബോഡി ഓഫ് ലൂപ്പ്. ഇൻ ദി ഫോളോയിങ് ലൂപ്പ് ഐ ഈസ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അപ്പോൾ ലൂപ്പിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ ഐ ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് പറയുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുക, അതായത് ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് കമ്പോണൻസ് ഓഫ് ലൂപ്പ്. അത് ഞാൻ ജസ്റ്റ് തന്നിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം i = 7 എന്ന് പറഞ്ഞാൽ അതായത് അത് ഇനിഷ്യലൈസേഷൻ ആണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്താണ്, ബോഡി ഓഫ് ലൂപ്പ് എന്താണ്, അപ്ഡേഷൻ എന്താണെന്നൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. നെക്സ്റ്റ് ആണ് നമ്മുടെ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഇതിൽ മെയിനായിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താണോ അതാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ട്രൂ ആയിട്ടുള്ള ബോഡി ഓഫ് ലൂപ്പ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സിൻടാക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഫോർ ലൂപ്പ് എന്താണ്? എൻട്രി കൺട്രോൾ ലൂപ്പ് തന്നെയാണ്. ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്താണ്? കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. ഇവിടെ അത് തന്നെ, പക്ഷേ ഇവിടെ എന്താണ്? ഈസ് ട്രൂ ബോഡി ഓഫ് ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി. ഇവിടെയും അതേ കണ്ടീഷനും അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് എഴുതാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ സിൻടാക്സ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതെന്താണ്? എക്സിറ്റ് കൺട്രോൾ ആണ്. എൻട്രി കൺട്രോൾ അല്ല, എക്സിറ്റ് കൺട്രോൾ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ലൂപ്പ് അതായത് ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബിഫോർ കണ്ടീഷന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ഇവിടെ ഒരു ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് വെക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സിൻടാക്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് 3 ലൂപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? വൈൽ, ഡു വൈൽ, ഫോർ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കുക. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എൻട്രി കൺട്രോൾ ലൂപ്പും അതുപോലെ തന്നെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെയും ഡിഫറൻഷ്യേറ്റ് കേട്ടോ. അപ്പോൾ ഇതിവിടെ കൊടുക്കുന്നുണ്ട്. എൻട്രി കൺട്രോളിലാകുമ്പോൾ ബോഡി ഓഫ് ദി ലൂപ്പ് ആഫ്റ്റർ ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് ആദ്യം ബോഡി ഓഫ് ലൂപ്പ് ഉണ്ടാക്കുക, അതിന് ശേഷമാണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഉണ്ടാവുക. ഇവിടെ എന്താണ്? ബോഡി ഓഫ് ദി ലൂപ്പ് ബിഫോർ ടെക്സ്റ്റ് എക്സ്പ്രഷൻ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യും? ബോഡി ഓഫ് ലൂപ്പ് ഫൈൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവിടെ നോ ഗ്യാരണ്ടി ഓഫ് ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്യാരണ്ടി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ബോഡി ഓഫ് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് വൺസ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് ആണ്. ഒരു ബോഡിയെങ്കിലും അവിടെ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? വൈലും ഫോറാണ്. ഇവിടെ ആണെങ്കിൽ ഡു വൈലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലോ ചാർട്ട് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഒരു ലെസണിലെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.